ജല്ലിക്കെട്ട് നിരോധനം മറികടക്കാൻ ഓർഡിനൻസ് കൊണ്ടുവരുമെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി പനീർ ശെൽവം. 2 ദിവസത്തിനുള്ളിൽ ഓർഡിനൻസ് ഇറക്കാനാണ് നീക്കം. പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് പനീർ ശെൽവം സമരക്കാരോട് ആവശ്യപ്പെട്ടു. അതിനിടെ ജല്ലിക്കെട്ടിന് അനുമതി തേടി തമിഴകത്ത് പ്രതിഷേധം തുടരുകയാണ്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും സിജു സുഗതൻ ചേരുന്നു. സിജു, സുപ്രീം കോടതിയുടെ വിധി മറികടക്കാനുള്ള പ്രതിഷേധം സജീവമായി നിൽക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് സർക്കാർ തല നീക്കം. ഓർഡിനൻസ് പുറത്തെത്താൻ പോകുന്നു. നടികർ സംഘം അവിടെ നിരാഹാര സമരത്തിലേക്കാണ്. AR റഹ്മാൻ ഉൾപ്പെടെയുള്ളവർ അതിലേക്ക് അണിചേരുന്നു. എന്താണ് ജല്ലിക്കെട്ടുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിശദാംശങ്ങൾ വരച്ചു കാട്ടും? അജിംഷാദ്, കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തമിഴ്നാട് മുഖ്യമന്ത്രി പനീർസെൽവം ചർച്ച നടത്തിയിരുന്നു. ജല്ലിക്കെട്ട് വിഷയത്തിൽ കേന്ദ്രത്തിന് പിന്തുണ അഭ്യർത്ഥിച്ചാണ് പ്രധാനമന്ത്രിയെ കണ്ടത്. പക്ഷേ സുപ്രീം കോടതി വിധി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു ഓർഡിനൻസ്, കേന്ദ്ര സർക്കാരിന് ഒരു ഓർഡിനൻസ് പുറത്തിറക്കാൻ കഴിയില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ ഒരു ഓർഡിനൻസിന്, അതായത് ജല്ലിക്കെട്ട് നിയമവിധേയമാക്കിക്കൊണ്ടുള്ള ഓർഡിനൻസിന് പുറത്തിറക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഓർഡിനൻസ് ഇന്നോ നാളെയോ രാഷ്ട്രപതിക്ക് അയച്ചു കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന് പോലും കാര്യങ്ങൾ നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ തമിഴ്നാട്ടിലുള്ളത്. വിവിധ മേഖലകൾ സമരത്തിലാണ്. നമുക്കറിയാം, 4 ദിവസത്തിലധികമായി മറീന ബീച്ചിൽ ലക്ഷക്കണക്കിന് ജനങ്ങൾ, വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ സമൂഹത്തിന്റെ വിവിധ തുറകളിലുള്ള ആൾക്കാർ സമരത്തിലാണ്, മറീന ബീച്ചിൽ ഉൾപ്പെടെ. മാത്രമല്ല, ഇന്ന് തമിഴ്നാട്ടിൽ ബന്ദിന്റെ സ്വഭാവമാണ്. അതായത് കടകമ്പോളങ്ങൾ അടഞ്ഞുകിടക്കുന്നു, വാഹന ഗതാഗതം നിശ്ചലമായിരിക്കുന്നു, സംസ്ഥാനത്തെ സ്കൂളുകൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം അടഞ്ഞുകിടക്കുന്നു, അഭിഭാഷകർ കോടതി ബഹിഷ്കരിക്കുന്നു. അങ്ങനെ മാത്രമല്ല, തമിഴ്നാട്ടിലെ സിനിമാ ലോകം ഒന്നടങ്കം ഉപവാസം ഇരിക്കുന്ന ഒരു സാഹചര്യം. പ്രശസ്ത സംഗീതജ്ഞൻ AR റഹ്മാൻ ഉപവാസം ഇരിക്കുന്നു. ഇത്തരത്തിൽ തമിഴ്നാട്ടിലെ ജനത ഒന്നടങ്കം സമരരംഗത്തേക്ക് ഇറങ്ങുകയും സംസ്ഥാന സർക്കാരിന് പോലും ക്രമസമാധാനത്തിൽ ഒരു കൈകടത്തൽ നടത്താൻ, ക്രമസമാധാന നില കൈവരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പനീർസെൽവം ഇപ്പോൾ ജനങ്ങളോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഓർഡിനൻസിന് വേണ്ടി ശ്രമങ്ങൾ സർക്കാർ ആരംഭിച്ചു. 2 ദിവസത്തിനകം ഓർഡിനൻസ് പുറത്തിറങ്ങും. അതുകൊണ്ട് പ്രക്ഷോഭം അവസാനിപ്പിക്കുക, സമരക്കാർ പ്രതിഷേധം അവസാനിപ്പിക്കണം എന്ന തരത്തിലാണ് പനീർസെൽവം ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ജല്ലിക്കെട്ടിന് പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് നിരവധി തീർച്ചയായും സിജു, നമുക്ക് സുപ്രീം കോടതിയുടെ വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അവിടെ മനു ശങ്കരൻ നമ്മുടെ പ്രതിനിധിയുണ്ട്. മനു, അതായത് സുപ്രീം കോടതിയുടെ വിധി ഒരു കാരണവശാലും പുനഃപരിശോധിക്കുന്ന രീതിയിലേക്ക് പോകുകയില്ല. കാരണം ഇത്തരത്തിലുള്ള ജനകീയ സംരംഭങ്ങളോ പ്രതിഷേധങ്ങളോ ഒന്നും കൊണ്ട് വിധിയെ മറികടക്കാവുന്നതല്ല എന്ന വ്യക്തമായ നിർദ്ദേശം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇന്ന് ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ എന്തൊക്കെ വിശദാംശങ്ങൾ? കേന്ദ്ര സർക്കാരിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി ഇത്തരം ഒരു തീരുമാനം ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. വിധി പറയുന്നത് ഒരാഴ്ചത്തേക്കാണ് കോടതി നീട്ടിവച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പ്രധാനമായും കോടതിയിൽ ആവശ്യപ്പെട്ടത്, ഇപ്പോൾ സംസ്ഥാനത്ത് തമിഴ്നാട്ടിൽ ക്രമസമാധാന പ്രശ്നങ്ങളുണ്ടെന്ന് മുഖ്യമന്ത്രി തന്നെ നേരിട്ട് പ്രധാനമന്ത്രിയെ ധരിപ്പിച്ച ഒരു സാഹചര്യമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ക്രമസമാധാന പ്രശ്നങ്ങളും മറ്റുമായി ബന്ധപ്പെട്ട് സംസ്ഥാനവുമായി ചർച്ച നടത്തി വരികയാണ്. അതിനാൽ തന്നെ ഇപ്പോൾ സുപ്രീം കോടതി നിലവിൽ ജല്ലിക്കെട്ടിന് സ്റ്റേ അനുവദിച്ചിട്ടുള്ള വിധി പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് തമിഴ്നാട് സർക്കാരും അതോടൊപ്പം ഈ തമിഴ്നാട്ടിലെ ഒരു കൂട്ടം അഭിഭാഷകരും സുപ്രീം കോടതിയിൽ പുനഃപരിശോധനാ ഹർജി നൽകിയിരുന്നത്. അതിനാൽ ഈ ഹർജിയിൽ ഉടനടി ഒരു ഉത്തരവ് പുറപ്പെടുവിക്കരുതെന്നാണ് കേന്ദ്ര സർക്കാരിന് വേണ്ടി അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി സുപ്രീം കോടതിയിൽ അഭ്യർത്ഥിച്ചത്. ഇപ്പോൾ ജല്ലിക്കെട്ടിന് അനുമതി നൽകിക്കൊണ്ടോ അല്ലെങ്കിൽ ജല്ലിക്കെട്ടിന് അനുമതി നിഷേധിച്ച നടപടി ശരിവെച്ചുകൊണ്ടോ വീണ്ടും സുപ്രീം കോടതി ഒരു വിധി പുറപ്പെടുവിച്ചാൽ ഇത് സംസ്ഥാനത്തിനകത്ത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കാകും വഴിവെക്കുക. ഇപ്പോൾ ഈ സംസ്ഥാനത്തിനകത്തെ ക്രമസമാധാന നില ഒരു സ്ഫോടനാത്മക സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു എന്നും കേന്ദ്ര സർക്കാർ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ വിധി പുറപ്പെടുവിക്കരുതെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുകയായിരുന്നു. ഇത് മാനിച്ചുകൊണ്ടാണ് ഒരാഴ്ചത്തേക്ക് സുപ്രീം കോടതി ജല്ലിക്കെട്ട് കേസിൽ വിധി പറയുന്നത് ഇപ്പോൾ മാറ്റിവെച്ചിരിക്കുന്നത്. അജിംഷ, അതായത് കഴിഞ്ഞ ദിവസം പ്രതിഷേധങ്ങൾ കണക്കിലെടുത്ത് കാര്യങ്ങൾ സുതാര്യമാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജി നിർവാദം തെള്ളുകയാണ് സുപ്രീം കോടതിയിൽ. അതിനെ തുടർന്നാണ് ഇപ്പോൾ കേസ് എത്തിയത്. മുകുൾ റോത്തഗി അടക്കം അഭ്യർത്ഥിക്കുകയും ഈ സാഹചര്യങ്ങളൊക്കെ പരിഗണിച്ചാണോ ഒരാഴ്ചത്തേക്ക് കോടതി വിധി പറയുന്നത് നീട്ടിയത്? മനു, തീർച്ചയായും അങ്ങനെയാണ്. ഈ സുപ്രീം കോടതിയിൽ ഈ ജല്ലിക്കെട്ടിന് സ്റ്റേ ചെയ്തുകൊണ്ടുള്ള വിധി നേരത്തെ ഉള്ളത് പുനഃപരിശോധിക്കണം. ഇത് പാരമ്പര്യമായ ഒരു ആചാരമാണ്.
അല്ലാതെ മൃഗപീഡനമല്ല എന്നാണ് തമിഴ്നാട് സർക്കാർ വീണ്ടും കോടതിയിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത്. അതിനാൽ ഇപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ള വിധി സംസ്ഥാനത്തിന്റെ പ്രത്യേക സാഹചര്യം കൂടി കണക്കിലെടുത്ത് പുനഃപരിശോധിക്കേണ്ടതുണ്ട് എന്നായിരുന്നു ആവശ്യപ്പെട്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ നിലവിൽ ജല്ലിക്കെട്ടിന് അനുമതി നിഷേധിച്ച സുപ്രീം കോടതി വിധി വീണ്ടും ശരിവെച്ചുകൊണ്ട് കോടതിയിൽ നിന്നൊരു ഉത്തരവുണ്ടായാൽ അത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്കാകും വഴിവെക്കുക. സ്വാഭാവികമായ രീതിയിൽ സുപ്രീം കോടതി ഒരു നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള സ്റ്റേയിന്മേൽ വീണ്ടും ഒരു തിരുത്തൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ ഒരു സാഹചര്യത്തിൽ അത്തരം ഒരു വിധി സുപ്രീം കോടതിയിൽ നിന്നുണ്ടായാൽ അത് വലിയ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് സംസ്ഥാനത്തിനകത്ത് കാര്യങ്ങൾ കൊണ്ടുപോകും. തീർച്ചയായും വ്യക്തമാണ് മനു ശങ്കരൻ. സിജു സുഗതനിലേക്ക് കൂടുതൽ വിശകലനങ്ങൾ അനിവാര്യമാകുന്നു. സിജു, അതായത് സുപ്രീം കോടതിയുടെ വിധിയെത്തുന്നു, തുടർന്നുള്ള പുനഃപരിശോധന ഹർജികൾ എത്തുന്നു, പ്രതിഷേധം കണക്കിലെടുക്കണമെന്ന തരത്തിലുള്ള ഹർജികൾ എത്തുന്നു, അതൊക്കെ കോടതി തള്ളുന്നു. ഒടുവിൽ ഇന്ന് മുകുൾ റോത്തഗി തന്നെ ഹാജരായി പറയുന്നു വലിയ സംഘർഷാവസ്ഥ തമിഴ്നാട്ടിൽ നിലനിൽക്കുന്നു എന്നത്. ഒരുപക്ഷെ കേസ് ഒരാഴ്ചത്തേക്ക് കോടതി മാറ്റിവെക്കുന്നു. ഈ സമയത്ത് തന്നെ സർക്കാരിൻ്റെ ഇടപെടലുകൾ തമിഴ്നാട് സർക്കാരിൻ്റെ ഉണ്ടാകുന്നു, ഓർഡിനൻസ് കൊണ്ടുവരും പ്രതിഷേധങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന്. എന്താണിത്? ഒരു വൈകാരിക പ്രശ്നത്തെ, ഏത് പ്രശ്നങ്ങളെയും വൈകാരികമായി എടുക്കുകയും അങ്ങനെ സംഘം ചേരുകയും ആ രീതിയിൽ കോടതിയെ പോലും ധിക്കരിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. സർക്കാരുകൾ പോലും അവിടെ നിസ്സംഗമാകേണ്ടി വരുന്നു. ഗുരുതരമായ രാഷ്ട്രീയ പ്രശ്നം ഇന്ത്യ സമീപിക്കുന്നത് തമിഴ്നാടിനെ സംബന്ധിച്ച്. അജിംഷാദ്, ഒരുപക്ഷെ രാജ്യം കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു നിയമപ്രശ്നത്തിലേക്കാണ് ജല്ലിക്കെട്ട് പ്രശ്നം ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. നേരത്തെ തന്നെ, അതായത് 2011 മുതൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം വിനോദത്തിന് വേണ്ടി പ്രദർശിപ്പിക്കാൻ പാടില്ലാത്ത മൃഗങ്ങളുടെ പട്ടികയിൽ കാളയെ ഉൾപ്പെടുത്തിയത് മുതലാണ് ഈ നിയമ പോരാട്ടം ആരംഭിക്കുന്നത്. 2009 തമിഴ്നാട് ജല്ലിക്കെട്ട് നിയമപ്രകാരം സംസ്ഥാനത്ത് ഈ വിനോദം തുടർന്നു. പക്ഷേ 2014 സുപ്രീം കോടതി വീണ്ടും ഈ നിരോധിച്ചുകൊണ്ട് ഉത്തരവ് വരുന്നു. ഇതിനെതിരെ അപ്പീൽ പോകുന്നു, അപ്പീലും തള്ളുന്ന ഒരു സാഹചര്യം വരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ പക്ഷേ ഇതിനകത്ത് വളരെ എടുത്തിരിക്കുന്ന ഒരു നിലപാട് വളരെ വ്യക്തമാണ്. കാരണം ഇതിനകത്ത് കേന്ദ്രത്തിൽ, അതായത് സുപ്രീം കോടതിയുടെ വിധിയെ ലംഘിച്ചുകൊണ്ട് ഒരു ഓർഡിനൻസ് പുറത്തിറക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയാത്തൊരു സാഹചര്യം. അതൊരു വലിയ നിയമപ്രശ്നത്തിലേക്ക് വഴിതെളിക്കുന്നു. നേരത്തെ തന്നെ സമാനമായ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സംസ്ഥാന സർക്കാരുകൾ പുറത്തിറക്കിയ പല ഓർഡിനൻസുകളും സുപ്രീം കോടതി റദ്ദാക്കിയ ഒരു സാഹചര്യമുണ്ട്. പക്ഷേ അതൊന്നും ഇത്രത്തോളം ജനങ്ങളുടെ ആകെ വികാരം ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമായിരുന്നില്ല. ഇത് നിരവധി വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നു. കാരണം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകളോ അല്ല ഈ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. തമിഴ് ജനതയുടെ ആകെ ഒരു വികാരം എന്ന തരത്തിലാണ്. കാരണം ഇതൊരു തരം മൃഗങ്ങളോടുള്ള ക്രൂരത എന്ന തരത്തിൽ തന്നെ വ്യാഖ്യാനിക്കപ്പെടുന്നെങ്കിൽ പോലും ജനങ്ങളുടെ, അതായത് അവിടെ പ്രതിഷേധത്തിനെത്തിയവരുടെ നിര പരിശോധിച്ചു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ മുതൽ അഭിഭാഷകർ, തമിഴ് സംഘടനകൾ, പ്രതിപക്ഷ പാർട്ടികൾ, ഭരണപക്ഷ പാർട്ടികൾ, അങ്ങനെ തമിഴ് ജനത ഒന്നടങ്കം. മാത്രമല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി ഇതുമായി ബന്ധപ്പെട്ട് ആഹ്വാനം ചെയ്തിട്ടില്ല, സംസ്ഥാന സർക്കാർ ആഹ്വാനം ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എങ്ങനെ ഒരുപക്ഷെ സുപ്രീം കോടതി പോലും കരുതലോടുകൂടി തന്നെ ആയിരിക്കണം ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ഈ ആവശ്യത്തെ പരിഗണിച്ചിരിക്കുന്നത്. കാരണം ഒരു പക്ഷേ ഈ ജല്ലിക്കെട്ട് നിരോധിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരോധിക്കാൻ ഹർജി പരിഗണിക്കുമ്പോൾ നിരോധിച്ച ആ ഉത്തരവ് നിലനിൽക്കുമെന്നോ അല്ലെങ്കിൽ അത് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പോലും രണ്ടും ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കൃത്യമായ ഒരു പക്ഷേ ഇന്ത്യൻ നിയമവ്യവസ്ഥ ഒരുപക്ഷെ അഭൂതപൂർവമായ ഒരു അവസ്ഥ തന്നെ എന്ന് വേണമെങ്കിൽ പറയാവുന്നതാണ്. എങ്ങനെ ഇതിനെ ഹാൻഡിൽ ചെയ്യും, എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യുന്നുള്ള ഒരു വലിയ വിഷയം തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ഇത് കേന്ദ്ര സർക്കാർ തലയൂരി, വേണമെങ്കിൽ കയ്യൂരി എന്ന് തന്നെ പറയാം. കാരണം കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കി. എന്താണ്? സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു ഓർഡിനൻസ് പുറത്തിറക്കാൻ കഴിയില്ല. പക്ഷേ അതോടൊപ്പം തമിഴ്നാട് സർക്കാരിനോടും തമിഴ്നാട് ജനതയ്ക്ക് പിന്തുണയും അർപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന് തുടർച്ചയായി ഇന്ന് കേന്ദ്രം സുപ്രീം കോടതി നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് ഒരാഴ്ചത്തേക്ക് കൂടി ഉത്തരവ് മാറ്റിവെക്കണമെന്നാണ്. അതിൽ വളരെ കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് കേന്ദ്ര സർക്കാർ മാറി തലയൂരി അല്ലെങ്കിൽ കൈ കഴുകി രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതെങ്ങനെ പരിഹരിക്കും എന്നുള്ള ഒരു വലിയ വിഷയമായി തന്നെ സുപ്രീം കോടതിയുടെയും സംസ്ഥാനത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിന്റെ തന്നെ ഭരണവ്യവസ്ഥയിൽ തന്നെ ഒരു വലിയ ചോദ്യചിഹ്നം ഉയർത്തിക്കൊണ്ടാണ് ഈ വിഷയം ഇപ്പോൾ നിലനിൽക്കുന്നത്. അജിംഷാദ്, തീർച്ചയായും സിജു സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ അവരുടെ നിസ്സഹായത അവതരിപ്പിക്കുമ്പോൾ തന്നെ പ്രധാനമന്ത്രിയുടെ ട്വീറ്റ് വരികയാണ്. ആ ഘട്ടത്തിൽ പ്രധാനമന്ത്രി പറയുന്നത് തമിഴ് ജനതയുടെ ജല്ലിക്കെട്ടിന് അനുകൂലമായ വികാരത്തിനൊപ്പമാണ് താൻ എന്ന് പ്രധാനമന്ത്രി പറയുന്നു. പക്ഷേ ജുഡീഷ്യൽ സംവിധാനത്തെ വെല്ലുവിളിക്കാനാകുന്നില്ല എന്നതിൻ്റെ പരിമിതി കേന്ദ്ര സർക്കാരിൻ്റേത് പ്രധാനമന്ത്രി നിസ്സഹായത അവസ്ഥയായി തമിഴ്നാട് മുഖ്യമന്ത്രിയോട് കൈമാറുന്നു. ഈ ഘട്ടത്തിലാണ് തമിഴ്നാട് സർക്കാർ കൃത്യമായി ഓർഡിനൻസിലൂടെ ഇതിനെ അതിജീവിക്കാൻ ശ്രമിക്കുന്നത്. ഒരുപക്ഷെ സിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രായോഗികമായ ആ ഓർഡിനൻസ് സുപ്രീം കോടതിയുടെ വിധിയെ മറികടക്കാൻ ഉതകുന്നതല്ല ഇന്ത്യൻ നിയമ സംവിധാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ. അങ്ങനെയാണെങ്കിൽ വലിയ ഒരു അനാരോഗ്യ പ്രവണത അവിടെ രൂപം കൊള്ളുന്നു എന്നതാണ്. ഒരുപക്ഷെ നിയമവിദഗ്ധർ
ഇതേ സംബന്ധിച്ച് എന്തൊക്കെയാകും? നിയമ വിദഗ്ധർ ഇത് സംബന്ധിച്ച് വിലയിരുത്തുന്ന ഒരു നിയമരാഹിത്യത്തിന്റെ അവസ്ഥയിലേക്ക് പോകുന്നു എന്ന് തന്നെ വിലയിരുത്തേണ്ടി വരും. ഇതിനകത്ത് കേന്ദ്ര സർക്കാർ നിസ്സഹായ അവസ്ഥ എന്നൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം കേന്ദ്ര സർക്കാരിന് ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആണ് ഇതിനകത്ത് കളിക്കാൻ കഴിയുക. കാരണം ഒരേ സമയം തന്നെ തമിഴ് ജനതയുടെ വികാരം കണക്കിലെടുക്കുകയും അവിടുത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും BJPക്കും മോഡി സർക്കാരിനും അവിടുത്തെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട്, ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ. അത് ഒരിക്കലും ജല്ലിക്കെട്ടിന് എതിരാകുകയും ചെയ്യരുത്. എന്നാൽ നിയമവ്യവസ്ഥയെ മറികടക്കാൻ കഴിയില്ല. അതുകൊണ്ട് സുപ്രീം കോടതിയുടെ വിധിയെ മറികടക്കാൻ കഴിയില്ല. മറിച്ച് ഒരു മാർഗം സംസ്ഥാന സർക്കാരിനെ കൊണ്ട് തന്നെ ഒരുപക്ഷെ പനീർസെൽവവുമായി ഇന്നലെ നടത്തിയ ചർച്ചയിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ മോഡി സർക്കാർ നൽകിയ ഉപദേശവും ഒരുപക്ഷെ അത് തന്നെ ആയിരിക്കാം. സംസ്ഥാന സർക്കാർ ഒരു ഓർഡിനൻസ് പുറത്തിറക്കുകയാണെങ്കിൽ അതിനെ ഒരുപക്ഷെ പിന്താങ്ങാൻ കഴിയും. പക്ഷേ കേന്ദ്രത്തിന് സുപ്രീം കോടതിയുടെ വിധിയെ മറികടക്കാൻ കഴിയില്ല. അത്തരത്തിലുള്ള ഉപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കാം ഇപ്പോൾ തമിഴ്നാട് ഈ നീക്കവുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. ഏതായാലും ഒരുപക്ഷെ തമിഴ്നാടിനും കേന്ദ്ര സർക്കാരിനും സുപ്രീം കോടതിയുടെ മുന്നിൽ ഇതിന് ഉയർത്തിക്കാട്ടാൻ കഴിയുന്നത് ഒരു ജനതയുടെ ആകെ വികാരം എന്ന തരത്തിൽ തന്നെ ആയിരിക്കാം. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സംസ്ഥാനത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടിയോ അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടിയോ ഭരണപക്ഷ പാർട്ടിയോ മാത്രമല്ല രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് ഒരു പക്ഷേ ഈ സമൂഹ മാധ്യമങ്ങളുടെ അടക്കം ഇടപെടലോടുകൂടി തമിഴ്നാടിന്റെ ആകെ ഒരു വികാരമായി മാറിയിരിക്കുന്നു. നമുക്കറിയാം ഈ ജല്ലിക്കെട്ട് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ തന്നെ 4-5 ജില്ലകളിൽ മാത്രം, അതായത് പൊങ്കലുമായി ബന്ധപ്പെട്ട് വിളവെടുപ്പ് ഉത്സവവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു ആചാരം എന്നതിനെ എങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ ആകെ ഒരു സമ്മർദ്ദ തന്ത്രമാക്കി മാറ്റാം എന്നുള്ളതിന്റെ ഉദാഹരണം കൂടിയായി നമുക്കിത് വിലയിരുത്തപ്പെടേണ്ടി വരുന്നു. ഏതായാലും ഇതിനെ ക്രമസമാധാന പ്രശ്നമായി വളരാൻ അനുവദിക്കരുത് എന്നൊരു നിലപാട് ഒരു പക്ഷേ സുപ്രീം കോടതിക്കും ഉണ്ടാകാം. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇന്ന് കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടതുപോലെ കേന്ദ്ര സർക്കാർ ഈ വിധി ഇതുമായി ബന്ധപ്പെട്ട് ഈ വിധി സ്റ്റേ ചെയ്യുകയോ അല്ലെങ്കിൽ വിധി നിലനിൽക്കുമോ എന്ന് പറയാൻ എന്ന വിധി പുറത്തിറക്കാൻ ഒരാഴ്ച കഴിഞ്ഞ് പരിഗണിക്കാവൂ എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. ആ ഹർജി പരിഗണിച്ചുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി ഈ വിധി പറയുന്നത് ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ്. ഏതായാലും രാജ്യം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു നിയമ പ്രശ്നത്തിലേക്കാണ് ഈ സാഹചര്യം സംജാതമായിരിക്കുന്നത്. നിലവിൽ 2014 സുപ്രീം കോടതി തന്നെ ജല്ലിക്കെട്ട് നിരോധിച്ചുകൊണ്ട് ഉത്തരവിറക്കുന്നു. അതിനെതിരെ വരുന്ന അപ്പീലുകൾ സുപ്രീം കോടതി റദ്ദു ചെയ്യുന്നു. പക്ഷേ കേന്ദ്ര സർക്കാരിനും ഇക്കാര്യത്തിലൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഒരു ജനത്തിന്റെ ആകെ വികാരം എന്ന തരത്തിൽ കണക്കിലെടുത്തുകൊണ്ട് സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ തമിഴ്നാട് സർക്കാർ ഇപ്പോൾ ഓർഡിനൻസ് പുറത്തിറക്കാൻ ശ്രമിക്കുന്നു. 2 ദിവസത്തിനകം ഓർഡിനൻസ് പുറത്തിറങ്ങും. രാഷ്ട്രപതി ഒപ്പുവെക്കുന്നതോടെ അത് നിയമമാവുകയും ചെയ്യും. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് വേണം ഈ ഒരു വിഷയത്തെ ഒരുപക്ഷെ ഒരു വലിയ നിയമപ്രശ്നമായി രാജ്യത്തെ നിയമവിദഗ്ധർ എന്തു പറയുന്നു എന്നറിയാൻ ഒരുപക്ഷെ കാത്തിരിക്കുന്ന ഒരവസ്ഥ കൂടിയാണ് അജിംഷാദ് ഇപ്പോൾ ഉള്ളത്. തീർച്ചയായും സിജു, വലിയൊരു പ്രശ്നം. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസം എത്തിയ ഒരു ഹർജിയെ സംബന്ധിച്ച് സുപ്രീം കോടതി പറഞ്ഞത് നമ്മൾ സുവ്യക്തമായി ഈ ഘട്ടത്തിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. സുപ്രീം കോടതിയുടെ മുമ്പിൽ എത്തിയ ഹർജി പ്രതിഷേധങ്ങൾ പരിഗണിച്ച് ഈ വിഷയങ്ങളിൽ മറികടക്കണമെന്ന്. പക്ഷേ സുപ്രീം കോടതിയെ സംബന്ധിച്ച് നമുക്കറിയാം, ഇന്ത്യൻ നിയമവ്യവസ്ഥയെ സംബന്ധിച്ച് നമുക്കറിയാം, കൃത്യമായി അതിനുള്ള സന്ദേശം നൽകിക്കൊണ്ട് തന്നെ സുപ്രീം കോടതി തള്ളിയത്. ഒരുപക്ഷെ ഇന്നത്തെ വിധി മാറ്റിവെക്കുന്നതിലേക്ക് ഒരുപക്ഷെ സർക്കാരിൻ്റെ ശുപാർശ മുകുൾ റോത്തഗി വഴി എത്തുന്നതുകൊണ്ട് ഒരു ആഭ്യന്തര സംഘർഷം ഒഴിവാക്കാനായി ഒരുപക്ഷെ ഇത്തരത്തിൽ വിധി മാറ്റിവെക്കുന്നതിലേക്ക് സുപ്രീം കോടതിക്ക് പോകാം. പക്ഷേ ഇത്തരത്തിലൊരു പ്രതിഷേധങ്ങളും ഇത്തരത്തിൽ സമ്മർദ്ദങ്ങളും കൊണ്ട് സുപ്രീം കോടതിക്ക് ഒരു നിയമ സംവിധാനത്തെ ഷിഫ്റ്റ് ചെയ്യാനാകുമോ? അങ്ങനെയാണ് എങ്കിൽ അത് ഗുരുതരമായ പ്രശ്നമായി കീഴ്വഴക്കമായി രൂപം കൊള്ളും. ഒരു വിധി എന്നത് ആ വിധി മാത്രമല്ല, തുടർന്നുള്ള കാലങ്ങളിലെ കീഴ്വഴക്കങ്ങൾ കൂടിയാണ്, തുടർന്നുള്ള കാലങ്ങളുടെ ചരിത്രം കൂടിയാണ്. ആ അർത്ഥത്തിൽ ഒരു വിധി എന്നതിന് വലിയ സുപ്രധാനമായ സ്വാധീനങ്ങളുണ്ട്. അങ്ങനെയാണെങ്കിൽ സിജു, ഇവിടെ വലിയ പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്നു. അജിംഷാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രതിഷേധം കൊണ്ട് ഒരു നിയമവ്യവസ്ഥയാകെ തന്നെ അട്ടിമറിക്കാൻ കഴിയുക. കാരണം ഭൂരിപക്ഷം വരുന്ന ജനത ജല്ലിക്കെട്ടിനെ അനുകൂലിച്ചുകൊണ്ട് പ്രതിഷേധത്തിന് ഇറങ്ങുമ്പോൾ അതിന് ഒരു നിയമവ്യവസ്ഥയെ അട്ടിമറിച്ചുകൊണ്ട് ഒരു സുപ്രീം കോടതിക്ക് പ്രതിഷേധം വന്നതുകൊണ്ട് എന്നാൽ ജല്ലിക്കെട്ട് അനുവദിച്ച് കളയാം എന്ന നിലപാട് ഒരു പക്ഷേ ഒരിക്കലും എടുക്കാൻ കഴിയില്ല. കാരണം എന്തുകൊണ്ടാണ്? കാരണം മൃഗസ്നേഹം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൃഗങ്ങളോടുള്ള ക്രൂരത അവസാനിപ്പിക്കണമെന്നുള്ളതും ഒരു നിയമം ആയിട്ട് രാജ്യത്ത് നിലനിൽക്കുമ്പോൾ ഒരു വലിയ ജനവിഭാഗം ജനങ്ങളെ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ജനവിഭാഗം ഭൂരിപക്ഷം അനുകൂലിക്കുന്നത് കൊണ്ട് അത് വിട്ടുകൊടുക്കാം അല്ലെങ്കിൽ അത് അനുവദിക്കാം എന്നൊരു വിധി ഒരിക്കലും ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു പുരോഗമന രാഷ്ട്രത്തിൽ അത് നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് തന്നെ പക്ഷേ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, സുപ്രീം കോടതി ഇതൊരിക്കൽ പോലും ഒരവസരത്തിൽ പോലും ഇത് അനുവദിച്ചു കൊടുക്കാം എന്നൊരു നിലപാട് കൈക്കൊണ്ടിട്ടില്ല. ഇന്നലെ തന്നെ സമരത്തിൽ ഇടപെടുന്നില്ല എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതേസമയം സമരക്കാർക്ക് സംരക്ഷണം ആവശ്യപ്പെട്ട് ഹർജി നൽകിയവരോട് മദ്രാസ് ഹൈക്കോടതി സമീപിക്കാമെന്നും സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്.
ഏതായാലും വളരെ ഗുരുതരമായ അല്ലെങ്കിൽ ഒരുപക്ഷെ വരും കാലത്ത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ ഒരു നിയമവ്യവസ്ഥ ജുഡീഷ്യറി എങ്ങനെ നേരിടുന്നു അല്ലെങ്കിൽ ഒരു ഭരണക്രമം എങ്ങനെ നേരിടുന്നു എന്നുള്ളൊരു ഉദാഹരണം കൂടി ആയി മാറേണ്ടതാണ് ഒരുപക്ഷെ ജല്ലിക്കെട്ട് വിഷയം എന്ന് പറയേണ്ടി വരും. കാരണം ഇത്തരത്തിൽ ഒരു ഒരു ജനങ്ങൾ ഒന്നടങ്കം ഒരു പ്രക്ഷോഭവുമായി രംഗത്ത് വരുമ്പോൾ ഒരു അന്യായത്തിന് ഒരു നിയമവ്യവസ്ഥയ്ക്ക് വിട്ടുകൊടുക്കാൻ കഴിയുമോ, ഒരു അന്യായം നടത്തുന്നതിന് നിയമവ്യവസ്ഥ അനുകൂലിക്കുമോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടിയിരിക്കുന്നു. തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകില്ലെന്ന് തന്നെയാണ് വിശ്വസിക്കാൻ കഴിയുക. ഏതായാലും രാജ്യത്തെ നിയമവിദഗ്ധർ തന്നെയാണ് ഇത് സംബന്ധിച്ചുള്ള അഭിപ്രായം പറയേണ്ടത്. വരും ദിവസങ്ങളിലും അല്ലെങ്കിൽ വരുന്ന മണിക്കൂറുകളിൽ അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ജല്ലിക്കെട്ട് പുതിയ പ്രതിസന്ധികളിലേക്ക് രാജ്യത്തെ നയിക്കുന്നു എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ സൂചനകൾ വരുന്ന ഘട്ടത്തിൽ കൂടിയാണ് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്നത് ഒരാഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത്. ജല്ലിക്കെട്ട് നിരോധനം മറികടക്കാൻ തമിഴ്നാട് സർക്കാർ ഓർഡിനൻസ് ഇറക്കാൻ പോകുന്നു. വലിയ പ്രതിഷേധമാണ് തമിഴ്നാട്ടിലെങ്ങും അലയടിക്കുന്നത്. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് സിജു സുഗതൻ ന്യൂസ് ഡെസ്കിൽ നിന്നും നൽകിയത്. ഒപ്പം മനു ശങ്കരനാണ് സുപ്രീം കോടതിയിൽ നിന്നുള്ള വാർത്തകളുടെ വിശദാംശങ്ങൾ നൽകിയത്.